Hi dear friends, welcome to my YouTube channel Happy Maths Hour. Happy Maths Hour എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കും സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാവർക്കും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് സെറ്റ്സ് പഠിച്ചു തുടങ്ങാം. 11th സ്റ്റാൻഡേർഡ് ഒരു ടോപ്പിക്കാണ് സെറ്റ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ക്ലാസ്സിൽ ഞാൻ ആകെ എന്താണ് ഒരു സെറ്റ് എന്ന് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്റെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ക്ലാസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സെറ്റ്സ്. A set is a well-defined collection of objects. Objectsന്റെ well-defined collectionയാണ് നമ്മൾ sets എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ well-defined collection എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. Vowels in English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? A, E, I, O, U. എനിക്കും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് A, E, I, O, U ആണ്. നിങ്ങളോട് ചോദിച്ചാലും A, E, I, O, U തന്നെ പറയും. വേറെ ആരോട് ചോദിച്ചാലും A, E, I, O, U തന്നെ പറയും. അത് വെൽ ഡിഫൈൻഡ് ആണ്. അതിന് മാറ്റം സംഭവിക്കില്ല. ആരോട് എവിടെ വെച്ച് ചോദിച്ചാലും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് A, E, I, O, U തന്നെയാണ്. അതുപോലെ 7 days in a week. എന്തൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിനും ഒരിക്കലും മാറ്റം സംഭവിക്കില്ലല്ലോ. ഒരു കാലത്തും മാറ്റം സംഭവിക്കില്ലല്ലോ. അതുപോലെ 12 months in a year. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് തന്നെയല്ലേ എല്ലാവർക്കും 12 months എന്ന് പറയുന്നത്. ഒരിക്കലും അതിനും മാറ്റം സംഭവിക്കില്ലല്ലോ. ഇങ്ങനെയുള്ള സംഗതികളെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്താണ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് മനസ്സിലായില്ലേ? നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ. നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 5 ഗുഡ് മലയാളം മൂവീസ്. എന്താണത്? അതായത് 5 നല്ല മലയാള സിനിമകൾ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട 5 നല്ല മലയാള സിനിമ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 നല്ല മലയാള സിനിമ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ടിന് ഇഷ്ടമുണ്ടാവുക. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിന് ഇഷ്ടമുള്ള 5 മലയാള സിനിമ വേറെ ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ചോയ്സ് തന്നെ മാറും. ഇപ്പൊ ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട 5 നല്ല മലയാള സിനിമ ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത വർഷം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത്. അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ 10 ഗുഡ് മലയാളം സോങ്സ്. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട 10 പാട്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക. നിങ്ങളുടെ ചോയ്സ് മാറിക്കൊണ്ടേയിരിക്കും. എന്റെയും ചോയ്സ് മാറും. അതുപോലെ 3 ഗുഡ് ടൂറിസ്റ്റ് പ്ലേസ്. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള 3 സ്ഥലങ്ങളാവില്ല ബാക്കി ആർക്കെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ പോകാൻ ഇഷ്ടം ഉണ്ടാവുക. അതും മാറിക്കൊണ്ടിരിക്കും. ഇതിന് നമുക്കൊരു ഫിക്സഡ് ആയിട്ട് ഒരു സംഗതി എഴുതാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം എന്താണ് വെൽ ഡിഫൈൻഡ് എന്നും എന്താണ് നോട്ട് വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നും നമുക്ക് മനസ്സിലായി. വെൽ ഡിഫൈൻഡ് മീൻസ് ഇറ്റ് ഈസ് ഫിക്സഡ്. അതൊരിക്കലും വേരി ചെയ്യില്ല. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതേസമയം നോട്ട് വെൽ ഡിഫൈൻഡ് വെച്ചാൽ നമുക്ക് ഉറപ്പൊന്നും ഇല്ല. അത് മാറ്റം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സെറ്റ്സ് ഇൻ മാത്തമാറ്റിക്സ്. ഇനി നമുക്ക് മാത്തമാറ്റിക്സിലെ സെറ്റ്സ് പഠിക്കാം. കുറച്ച് എക്സാമ്പിൾ വെച്ച് നോക്കാം. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിലോ 9. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ബിലോ 9 ആയിരിക്കുക 2, 4, 6, 8. ആരോട് ചോദിച്ചാലും ഈ ആൻസർ തന്നെയല്ലേ പറയൂ. ഇറ്റ് ഈസ് ഫിക്സഡ്. ഇതിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ഇതാണ് ഈവൻ 9ന് ബിലോ ഉള്ള ഈവൻ നമ്പേഴ്സ്. ഇനി സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ എവിടെ തൊട്ട് വരാം? 1, 3, 5, 7, 9, 11, 13. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു സെറ്റിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. ആരോട് ചോദിച്ചാലും സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 2, 4, 6, 8, 10, 12 അപ് ടു ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനി പ്രൈം നമ്പേഴ്സ് ബിലോ 100. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം ആ നമ്പർ മാത്രം അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് പറയുന്നത്. അറിയാലോ? അതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ബിലോ 100. 1, 2, 3, 5, 7 97 വരെ വരും. ഇത് തന്നെ ആയിരിക്കും ആരോട് ചോദിച്ചാലും എഴുതുന്ന സെറ്റ്.
ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 9. മൾട്ടിപ്പിൾസ് ഓഫ് 9 എങ്ങനെയാ വരിക? 9, 18, 27, 36, 45, 54. ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ? അപ് ടു ഇൻഫിനിറ്റിയിൽ ഒരു വാല്യൂ വരെ ഇത് പൊയ്ക്കൊണ്ടിരിക്കും. ഇതിന് മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്നും എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ? ഇനി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² + 6x + 8. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുക? x + 4 × x + 2 എന്ന് വരും. ആൻസർ എന്ത് വരും? x = -4 - 2. ഏത് കാലത്ത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എടുക്കാൻ പറഞ്ഞാലും നമുക്ക് x = -4 and x = -2 എന്ന് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇത് മാത്തമാറ്റിക്സിലെ മറ്റൊരു സെറ്റിന് എക്സാമ്പിൾ ആണ്. നമുക്കിനി മാത്തമാറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെറ്റ്സ് പഠിക്കാം. ഇത് നന്നായി അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്ററിലും ഇനി വരുന്ന ചാപ്റ്ററിലും 12th സ്റ്റാൻഡേർഡിലും അതുപോലെ ഹയർ സ്റ്റഡീസിലും ഒക്കെ പോകുമ്പോൾ ഈ സെറ്റ്സ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി n is a set of all natural numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്താണ് ഈ നാച്ചുറൽ നമ്പേഴ്സ്? ഈ നാച്ചുറൽ നമ്പേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ പറയാം. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയാം. ഇനി നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുമെന്ന് നോക്കാം. 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി വരെ പോകും ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സംഗതി. ഇവിടെ 0 ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. 0യും കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. 0യും കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. അതിന്റെ സെറ്റ് എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നറിയോ? 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അതാണ് ഹോൾ നമ്പേഴ്സ്. ഇനി എങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആർ ഡിനോട്ടഡ് യൂസിങ് ക്യാപിറ്റൽ N. ഇനി സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. എന്താണ് ഒരു ഇന്റിജേഴ്സിന്റെ സെറ്റ്? നമുക്ക് നോക്കാം. 0, 1, 2, 3 ഈ സൈഡിൽ പോസിറ്റീവ് സൈഡിൽ അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. ഈ നെഗറ്റീവ് സൈഡിലോ -1, -2, -3 അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും. മനസ്സിലായോ? അതായത് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സിൽ ആരൊക്കെ വരാം? പോസിറ്റീവ് നമ്പേഴ്സ്, 0 ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. Z വെച്ചിട്ടാണ് നമ്മൾ ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ആരാണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ് അറിയോ? p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? p/q. പക്ഷെ അവിടെ ഒരു സംഗതിയുണ്ട്. pയും qയും ആരായിരിക്കും അറിയോ? ഇന്റിജേഴ്സ് ആയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയും. മെയിൻ കണ്ടീഷൻ എന്താണ്? pയും qയും ഇന്റിജേഴ്സ് ആയിരിക്കണം. അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ ആൾക്കാരുടെയും കൂടെ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് q വെച്ചിട്ടാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ 1/2, 1/3 അല്ലെങ്കിൽ 10/6 ഇതെല്ലാം റാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റിജേഴ്സ് അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റിജർ തന്നെയാണല്ലോ വരുന്നത്. ഓക്കെ. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്? ഇതിൽ ആരൊക്കെ പെടുമെന്ന് അറിയോ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നാച്ചുറൽ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്റിജേഴ്സ് പെടും, അതുപോലെ ഹോൾ നമ്പേഴ്സ്, അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ്, അതുപോലെ ഇറാഷണൽ നമ്പേഴ്സ്. ഇതെല്ലാം ആരുടെ സെറ്റിൽ പെടും? റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ പെടും. മനസ്സിലായോ? ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ R യൂസ് ചെയ്തിട്ടാണ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? നമ്മുടെ √2, √3 അല്ലെങ്കിൽ √5 ഇതുപോലൊക്കെ വരുന്ന നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓർക്കുന്നുണ്ടല്ലോ? Z പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് കേട്ടോ. Z+ is a set of positive numbers. അതിൽ ആരൊക്കെ ഉണ്ടാവും? 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി വരെ പോകാം. ഇനി Q+ ആരാണ്? സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. Q+ is a set of positive rational numbers. നമ്മൾ നേരത്തെ പഠിച്ചു, p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയുന്നത്, where p and q are integers. ഇനി Q+ന്റെ പ്രത്യേകത എന്താ? അതിൽ
അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ 1/6, 1/7 ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഈ ഞാനിപ്പോ -4/-9 എന്ന് എഴുതിയാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? സോ ഇറ്റ്സ് ഈക്വൽ ടു 4/9. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ എല്ലാം കൂടെ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി R പ്ലസ് എന്താണെന്ന് അറിയോ? സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ ആരൊക്കെ വരുമെന്ന് അറിയോ? നാച്ചുറൽ നമ്പേഴ്സ് വരാം, അതുപോലെ തന്നെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് വരാം, പോസിറ്റീവ് ഇറാഷണൽ നമ്പേഴ്സ് വരാം. ഓക്കെ, നമുക്കിനി സെറ്റിന്റെ ഡെഫിനിഷനിലേക്കൊക്കെ തിരിച്ചു വരാം. എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഇനി ഓബ്ജക്ട്സ്, എലിമെന്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് സെറ്റ് ആർ സിമിലർ ടേംസ്. അതായത് ഇപ്പോൾ ഒരു സെറ്റിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സെറ്റിലെ എലിമെന്റ് എന്ന് പറഞ്ഞാലോ മെമ്പർ എന്ന് പറഞ്ഞാലോ ഒക്കെ മീനിങ് സെയിം ആണ്. ഇനിയും സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A, B, C, X, Y, Z, etc. ഇനി എലിമെന്റ്സ് ഇൻ എ സെറ്റ് എന്താണെന്ന് പഠിക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. V equal to A, E, I, O, U. അത് എന്തിന്റെ സെറ്റ് ആണ്? വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സെറ്റ് ആണ് A, E, I, O, U. ഈ A, E, I, O, U ആണ് ഈ സെറ്റിന്റെ എലിമെന്റ്സ്. ഈ V എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സെറ്റിലെ എലിമെന്റ്സ് ആരൊക്കെയാണ്? A, E, I, O, U. ഇനി ഞാൻ പറയുക A എപ്സിലോൺ V എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുക അല്ലെ. അതായത് A ബിലോങ്സ് ടു V എന്നാണ് വായിക്കേണ്ടത്. അതായത് A എന്ന് പറയുന്നത് വിയിലെ ഒരാളാണ്, അല്ലെങ്കിൽ A വിയിലെ ഒരു എലിമെന്റ് ആണ്, അല്ലെങ്കിൽ A വിയിലെ ഒരു മെമ്പർ ആണ്. അതാണ് മീനിങ്. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് സിമ്പിൾ ആണ് കേട്ടോ. ബിലോങ്സ് ടു എന്നാണ് അതിനെ വായിക്കേണ്ടത്. A എപ്സിലോൺ V മീൻസ് A ബിലോങ്സ് ടു V. ഇനി ഞാൻ പറയുക I എപ്സിലോൺ V എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? I ബിലോങ്സ് ടു V. ബിലോങ്സ് ടു V. അതായത് I എന്ന് പറയുന്ന വിയിലെ ഒരാളാണ്, അല്ലെങ്കിൽ വിയിലെ ഒരു മെമ്പർ ആണ്. ഇനി U എപ്സിലോൺ V എന്ന് ഞാൻ എഴുതിയിരിക്കുന്നു. എന്താണ് ഈ U എപ്സിലോൺ Vയുടെ മീനിങ്? U ബിലോങ്സ് ടു V. U ബിലോങ്സ് ടു V. U എന്ന് പറയുന്ന വിയിലെ ഒരു ആളാണ്, അല്ലെങ്കിൽ വിയിലെ ഒരു എലിമെന്റ് ആണ്, അല്ലെങ്കിൽ വിയിലെ ഒരു മെമ്പർ ആണ്, എന്ത് വേണോ പറയാം. ഇനി M എഴുതിയിട്ട് എപ്സിലോൺ ക്രോസ് ചെയ്തിട്ട് V എന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യം എന്താണ്? M ഡസ് നോട്ട് ബിലോങ് ടു V. അതായത് M എന്ന് പറയുന്ന വിയിലെ ഒരു മെമ്പർ അല്ല, M ഒരു വവൽ അല്ല. അതുകൊണ്ടാണ് M ഡസ് നോട്ട് ബിലോങ് ടു V എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഡസ് നോട്ട് ബിലോങ്ങിനെയാണ് നമ്മൾ ഈ എപ്സിലോൺ എഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. S ഡസ് നോട്ട് ബിലോങ് ടു V. കാര്യം എന്താ? S എന്ന് പറയുന്ന ഒരു വവൽ അല്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. 3, 6, 9, 12, 15, 18. അതായത് ബിലോ 20 ഉള്ള 3യുടെ മൾട്ടിപ്പിൾസ്. അപ്പൊ അതിലെ എലിമെന്റ്സ് ആരൊക്കെയാണ്? ആ സെറ്റിലെ എലിമെന്റ്സ് ആരൊക്കെയാണ്? 3, 6, 9, 12, 15, 18. ഇനി 12 എപ്സിലോൺ A എന്നാണ് തന്നിരിക്കുന്നത്. അതായത് 12 എന്ന് പറയുന്ന A സെറ്റിലെ ഒരു മെമ്പർ അല്ലേ? അതായത് 12 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ. സോ 12 ബിലോങ്സ് ടു A എന്ന് എനിക്ക് പറയാം. ഇനിയും ഞാൻ പറയുക 9 എപ്സിലോൺ A എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 9 ബിലോങ്സ് ടു A. 9 Aയിലുള്ള ആളാണല്ലോ. 9 എന്ന് പറയുന്ന ഒരു 3യുടെ മൾട്ടിപ്പിൾ ബിലോ 20 അല്ലേ. ഇനി 10 എഴുതിയിട്ട് ഡസ് നോട്ട് ബിലോങ് ടു A എന്നാണ് എഴുതിയിരിക്കുന്നത്. കാര്യം എന്താ? 10 എന്ന് പറഞ്ഞ ഒരു 3യുടെ മൾട്ടിപ്പിൾ അല്ല. കാര്യം മനസ്സിലായില്ലേ? എങ്ങനെ എന്താണ് എലിമെന്റ്സ് എന്നും ഏതൊക്കെ എലിമെന്റ്സ് ഒരു സെറ്റിൽ പെടും പെടില്ല ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ ഈസ് എ ഗ്രീക്ക് സിമ്പിൾ used to denote the phrase belongs to. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.